Hello guys, welcome to mfc-creations. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ഡാറ്റാബേസ് മോഡൽസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കി. ഇന്ന് നമുക്ക് എങ്ങനെ റൗട്ട്സ് സെറ്റപ്പ് ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. റൗട്ട്സ്. ഓക്കെ, സോ റൗട്ട്സ്. ഓക്കെ, ഈ റൗട്ട്സ് ഫോൾഡറിനകത്താണ് നമ്മൾ ഓരോ റൗട്ടുകളും നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒത്തൻറ്റിക്കേഷനാണ്, ലോഗിൻ സൈനപ്പ് എല്ലാം. സോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഓത്ത് റൗട്ട് ഡിഫൈൻ ചെയ്യുകയാണ്. സോ അതിനായിട്ട് ഓത്ത് ഡോട്ട് റൗട്ട്സ് ഡോട്ട് ts എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഇനി ഇതിനകത്താണ് നമ്മൾ ഈ ഓത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ റൗട്ട്സുകളും ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അടുത്തതായിട്ട് നമുക്ക് എക്സ്പ്രസ് പാക്കേജിൽ നിന്ന് റൗട്ടർ ഇമ്പോർട്ട് ചെയ്യണം. സോ അതിനായിട്ട് ഇമ്പോർട്ട് ഫ്രം എക്സ്പ്രസ്. നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ളത് റൗട്ടറാണ്. ഓക്കെ, ദെൻ നമുക്കൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. സോ ക്ലാസ് ഓത്ത് റൗട്ട്സ് എന്ന് പേര് കൊടുത്തു. ഓത്ത് റൗട്ട്സ്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ആദ്യം നമ്മുടെ ഈ റൗട്ടർ പാക്കേജ് യൂസ് ചെയ്യണം. സോ അതിനായിട്ട് ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, പബ്ലിക് റൗട്ടർ ഈക്വൽ ടു റൗട്ടർ. ഓക്കെ, ഇനി നമുക്കൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. സോ ആ ഫംഗ്ഷനകത്താണ് നമ്മുടെ റൗട്ട്സുകളെല്ലാം ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഫംഗ്ഷൻ്റെ നെയിം ഞാൻ ഇനീഷ്യലൈസ് റൗട്ട്സ് എന്ന് കൊടുത്തു. ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് ലൈക്ക് ഒരു ടെസ്റ്റ് API ഉണ്ടാക്കി നോക്കാം, ടെസ്റ്റ് റൗട്ട്. സോ അതിനായിട്ട് ദിസ് ഡോട്ട് റൗട്ടർ ഞാൻ ഗെറ്റ് API ഉണ്ടാക്കുന്ന. സോ ഞാൻ മെത്തേഡ് ഗെറ്റ് കൊടുത്തു. ഓക്കെ, ദെൻ അതിനകത്ത് സ്ലാഷ് നമ്മുടെ റൗട്ടിൻ്റെ നെയിം കൊടുക്കണം. ഞാനിപ്പോൾ ടെസ്റ്റ് എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ ഒരു കോൾ ബാക്ക് ഫംഗ്ഷനോട് പാസ് ചെയ്യണം. അതായത് ഈ ഒരു റൗട്ട് വിളിച്ചാൽ ഏത് ഫംഗ്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, എന്താണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കൊടുക്കുന്നത്. സോ നമുക്ക് ആ ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. അതിൽ 2 പാരാമീറ്റേഴ്സാണ് എടുക്കുക, റിക്വസ്റ്റ് അതുപോലെ തന്നെ റെസ്പോൺസ്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ലൈക്ക് ജസ്റ്റ് ഒരു റെസ്പോൺസ് റിട്ടേൺ ചെയ്യണം. റെസ് ഡോട്ട് JSON. അതിനകത്തൊരു മെസ്സേജ് കൊടുത്തു, ചുമ്മാ സക്സസ് എന്ന് കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു ക്ലാസ് ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യണം. സോ അതിനായിട്ട് എക്സ്പോർട്ട് ഡിഫോൾട്ട് ക്ലാസ് നെയിം, നമ്മുടെ ക്ലാസ് നെയിം ഇവിടെ ഓത്ത് റൗട്ട്സ് എന്നാണ്, ഓത്ത് റൗട്ട് കൊടുത്തു. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ ഇനീഷ്യലൈസ് റൗട്ട്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടറിനകത്ത് കോൾ ചെയ്യണം. സോ എന്നിട്ട് ഞാനൊരു കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്തു. ദെൻ അതിനകത്ത് ഞാൻ ദിസ് ഡോട്ട് ഇനീഷ്യലൈസ് റൗട്ട്സ് എന്ന് കൊടുത്തു. ഓക്കെ, ഞാൻ സേവ് ചെയ്തു. എന്നിട്ട് നേരെ നമ്മുടെ ഇൻഡെക്സ് മെയിൻ ഇൻഡെക്സ് ഡോട്ട് TSനകത്തോട്ട് പോവാം. അവിടെ നമുക്ക് ഈ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള റൗട്ട്സ് ഇമ്പോർട്ട് ചെയ്യണം ഫസ്റ്റായിട്ട്. സോ ഇമ്പോർട്ട് ഓത്ത് റൗട്ട്സ് ഫ്രം റൗട്ട്സ് ടേബിൾ. ഓക്കെ, അതിനുശേഷം ഇനി നമുക്ക് ലൈക്ക് ഇവിടെ നമ്മൾ ഓൾറെഡി എക്സ്പ്രസ് ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ യൂസിങ് ആപ്പ് ഡോട്ട് യൂസ് എന്ന് കൊടുക്കുക. ദെൻ അതിനകത്ത് നമുക്ക് ലൈക്ക് നമ്മൾ ഓൾറെഡി നമ്മുടെ റൗട്ട്സ് നെയിം കൊടുത്തിട്ടുള്ളത് ടെസ്റ്റ് എന്നാണ്. അത് ഇനി ആ ടെസ്റ്റിന് മുമ്പ് നമുക്ക് വല്ല നെയിം അപ്പൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്യാം. ഞാനിപ്പോൾ ചുമ്മാ API എന്ന് കൊടുത്തു. അപ്പോൾ നമ്മുടെ റൗട്ട്സ് /API/ടെസ്റ്റ് എന്ന് വരും. ഓക്കെ, ദെൻ ഇത്രയും കൊടുത്തിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ഓത്ത് റൗട്ട്സ് ആണ്. സോ അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ന്യൂ ഓത്ത് റൗട്ട്സ്. ദെൻ ഡോട്ട് നമ്മളതിൽ ഓൾറെഡി ഒരു റൗട്ടർ എന്ന് പറയുന്നൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൂടെ വിളിക്കാം. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ പ്രൊജക്റ്റ് റൺ ചെയ്ത് നോക്കാം. സോ npm run dev. ഇപ്പോൾ നമ്മുടെ ആപ്പ് ഇവിടെ 3000 പോർട്ടിൽ റൺ ആയിട്ടുണ്ട്. ഇനി ഈ ഒരു API ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പോസ്റ്റ്മാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ URL കൊടുക്കുക. സോ നമ്മളിപ്പോൾ ലോക്കൽ ഹോസ്റ്റിലാണ്. സോ ലോക്കൽ ഹോസ്റ്റ് 3000ലാണ് റൺ ചെയ്യുന്നത്. നമ്മുടെ API നെയിം നമ്മൾ ആദ്യം API എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മുടെ റൗട്ട് നെയിം ടെസ്റ്റ്. ഓക്കെ, നമ്മൾ ഗെറ്റ് റിക്വസ്റ്റ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത്രയും കൊടുത്ത് നമ്മൾ സെൻഡ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മളിവിടെ കൊടുത്തിട്ടുള്ള മെസ്സേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ റൗട്ട്സ് വർക്കിംഗ് ആണ്. ഓക്കെ, ഇതാണ് നമ്മൾ റൗട്ട്സ് സെറ്റ് ചെയ്യാനുള്ള ഒരു ബേസിക് സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓത്ത് റൗട്ട്സ് എഴുതിയ പോലെ തന്നെ ഇനി ഓരോ മൊഡ്യൂളിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് റൗട്ട്സ് ചെയ്തു. സോ അതിവിടെ ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മളിവിടെ ഇതുപോലെ തന്നെ ആപ്പ് ഡോട്ട് യൂസ് എന്ന് എഴുതി കോൺഫിഗർ ചെയ്യണം. സോ നമ്മൾ ഓരോ റൗട്ട്സിനും ആപ്പ് ഡോട്ട് യൂസ് ഈ ഒരു സംഭവം റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം നമുക്കൊരു ജനറലൈസ്ഡ് വേ ക്രിയേറ്റ് ചെയ്യാം. സോ അതിനായിട്ട് ഞാനിവിടെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു, ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, കോൺസ്റ്റ് റൗട്ട്സ് എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഈ റൗട്ട്സ് എന്ന് പറയുന്ന ആരെയാണ്, ഇതിനകത്ത് നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ റൗട്ട്സിൻ്റെയും ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ,
എന്നിട്ട് ഇവിടെ ആപ്പ് ഡോട്ട് യൂസ് എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ ഈ റൗട്ട്സ് എന്ന് പറയുന്ന ആരെ നമ്മൾ ലൂപ്പ് ചെയ്യും ഫോർ ഈച്ച്. ഓക്കെ, ദെൻ ഇതിനകത്ത് ഓരോ റൗട്ടുകൾ ഉണ്ടാവുമല്ലോ. ദെൻ ആ എല്ലാ റൗട്ട്സിനും നമ്മൾ ആപ്പ് ഡോട്ട് യൂസ് വിളിക്കും. സോ ആപ്പ് ഡോട്ട് യൂസ് നമ്മൾ നമ്മുടെ കോമൺ നെയിം API അപ്പൻഡ് ചെയ്ത് കൊടുത്തു. ദെൻ കോമ റൗട്ട് ഡോട്ട് റൗട്ടർ. ഓക്കെ, ഇങ്ങനെ കൊടുത്താലും നമുക്ക് സെയിം റിസൾട്ട് തന്നെ ആയിരിക്കും കിട്ടുക. ഓക്കെ, നമ്മൾ പോസ്റ്റ്മാനിൽ പോയിട്ട് കൊടുക്കും, സക്സസ്. ഓക്കെ, ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. സോ നമ്മളിവിടെ റൗട്ട്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് കൺട്രോളേഴ്സ് എന്നും പറയുന്ന ഒരു ഫോൾഡർ വേണം. സോ കൺട്രോളേഴ്സ്. ഓക്കെ, ഈ കൺട്രോളേഴ്സ് എന്ന് പറയുന്ന ഫോൾഡറിലാണ് നമ്മളിവിടെ റൗട്ട്സിൽ കൊടുക്കേണ്ട ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ എഴുതുകയാണ് ചെയ്തത്. നമ്മൾ ഇതിന് പകരം നമ്മുടെ ഈ ഫംഗ്ഷൻ നമ്മുടെ കൺട്രോളർ ഫോൾഡറിനകത്ത് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഡിഫൈൻ ചെയ്യും. എന്നിട്ട് അത് ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഇനി കൺട്രോളർ പോലെ തന്നെ നമുക്കൊരു സർവീസസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ കൂടെ വേണം. സർവീസസ്. ഈ സർവീസസ് ഫോൾഡറിനകത്താണ് നമ്മുടെ ബിസിനസ് ലോജിക്സ് എല്ലാം നമ്മൾ എഴുതാൻ പോകുന്നത്. അതായത് ഡാറ്റാബേസ് ആയിട്ടുള്ള ക്വറീസും ബാക്കി നമ്മുടെ ലോജിക്സ് എല്ലാം നമ്മൾ ചെയ്യുന്നത് ഈ സർവീസ് ഫോൾഡറിനകത്താണ്. ഈ സർവീസ് ഫോൾഡറിനകത്ത് നമ്മൾ ഓരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യും. ആ ഫംഗ്ഷൻ ഈ കൺട്രോളറിലോട്ട് വിളിക്കും. ദെൻ ഈ കൺട്രോളറിൽ നിന്നാണ് ഈ റൗട്ട്സിലോട്ട് വിളിക്കുന്നത്. അതാണ് നമ്മുടെ ഒരു ഫ്ലോ. ഓക്കെ, ദെൻ പിന്നെ വേണ്ട ഒരു ഫോൾഡർ എന്ന് പറയുന്നത് നമുക്ക് DTOs എന്നും പറഞ്ഞൊരു ഫോൾഡർ വേണം. ഓക്കെ, DTOs. അപ്പോൾ DTO എന്ന് ഓർത്ത്. ഓക്കെ, DTO എന്ന് പറയുന്നത് ലൈക്ക് ഡാറ്റ ട്രാൻസ്ഫർ ഒബ്ജക്റ്റ്. അപ്പോൾ നമ്മളൊരു ലോഗിൻ API ചെയ്താണ്. ആ ലോഗിൻ API എഴുതുമ്പോൾ നമുക്ക് യൂസറുടെ സൈഡിൽ നിന്ന് കുറച്ച് ഇൻഫർമേഷൻ വേണം. അതായത് ഇമെയിൽ, പാസ്വേഡ്, ഇത്രയും വേണം. അപ്പോൾ നമ്മൾ ആ യൂസർ സൈഡിൽ നിന്ന് വരുന്ന ഡാറ്റാസിനെ നമുക്ക് വാലിഡേറ്റ് ചെയ്യാനും എന്തൊക്കെ ഡാറ്റയാണ് വേണ്ടതെന്ന് ഡിഫൈൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ DTOs എഴുതുന്നത്. ഓക്കെ, ഇനി അവസാനമായിട്ട് നമുക്കൊരു ഇൻ്റർഫേസ് ഫോൾഡർ കൂടെ വേണം. സോ ഇൻ്റർഫേസസ്. ഇൻ്റർഫേസസ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ വേരിയബിൾസിന് അതുപോലെ തന്നെ ഫംഗ്ഷനൊക്കെ ടൈപ്സ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻ്റർഫേസസ് യൂസ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ റൗട്ട്സിന് വേണ്ടിയിട്ടൊരു ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. സോ അതിനായിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. റൗട്ട്സ് ഡോട്ട് ഇൻ്റർഫേസ് ഡോട്ട് TS. ഓക്കെ, അതിനകത്ത് നമ്മുടെ ഇൻ്റർഫേസ് ഡിഫൈൻ ചെയ്യണം. സോ അതിനായിട്ട് ഇൻ്റർഫേസ് എന്ന് പറയുന്ന കീവേഡ് എടുക്കുക. ദെൻ നമ്മുടെ ഇൻ്റർഫേസിൻ്റെ നെയിം ഞാനിവിടെ റൗട്ട് എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഈ റൗട്ട് എന്ന് പറയുന്നതിൽ വരുന്ന പാരാമീറ്റേഴ്സാണ് നമ്മൾ അടുത്തായിട്ട് ഡിഫൈൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഓത്ത് റൗട്ടിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇവിടെ ഉള്ളത് റൗട്ടർ എന്ന് പറയുന്നൊരു വേരിയബിളാണ്. സോ നമുക്ക് ആ ഒരു റൗട്ടർ എന്ന് പറയുന്ന വേരിയബിൾ നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്യാം. സോ അതിനായിട്ട് റൗട്ടർ കോളൻ, ഇനി ഇതിൻ്റെ ടൈപ്പ് കൊടുക്കണം. റൗട്ടറിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പ്രസ് നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന റൗട്ടറാണ്. സോ ആ ഒരു ടൈപ്പ് കൂടെ ഇവിടെ ഇമ്പോർട്ട് ചെയ്യാം. സോ റൗട്ടർ ഫ്രം എക്സ്പ്രസ്. ഓക്കെ, ഇനി ആ ടൈപ്പ് ഇവിടെ കൊടുക്കും. ഓക്കെ, ഇനി ഈ ഒരു റൗട്ടിനകത്ത് ഒരു വേരിയബിളോട് നമ്മൾ ഡിക്ലെയർ ചെയ്യാനുണ്ട്, പാത്ത് എന്ന് പറയുന്ന വേരിയബിൾ. അത് നമുക്ക് ഡിഫൈൻ ചെയ്തിട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് ബേസിക്കലി സ്ട്രിങ് ആണ് വരിക. സോ നമുക്ക് ആ ഒരു വേരിയബിളോട് ഈ ഒരു ഇൻ്റർഫേസിനകത്ത് ഡിഫൈൻ ചെയ്യാം, പാത്ത്. ഓക്കെ, ഇനി സേവ് ചെയ്യാം. ഇനി നമ്മുടെ ഓത്ത് റൗട്ടിലോട്ട് പോവാം. നമ്മുടെ പാത്ത് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ ഓത്ത് റൗട്ട്സിനകത്ത് എഴുതാൻ പോകുന്ന എല്ലാ ഒത്തൻറ്റിക്കേഷൻ റിലേറ്റഡ് റൗട്ട്സിലും നമുക്ക് /auth എന്നുകൂടെ അപ്പൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ API എങ്ങനെ വരും? /auth/test അങ്ങനെ കൊടുക്കണം എല്ലാ APIസിനും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു പാത്ത് എന്ന് പറയുന്നൊരു വേരിയബിളോടെ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് പബ്ലിക് ഞാൻ പാത്ത് എന്ന് കൊടുത്തു. ദെൻ അതിൻ്റെ നെയിം കൊടുക്കുക, ഞാനിവിടെ /auth എന്നാണ് കൊടുത്തത്. ദെൻ ഇതിൻ്റെ കൂടെ അപ്പൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡബിൾ കോട്ട് മാറ്റി ബാക്ക് ടിക്ക് ആക്കി കൊടുക്കുക. ഓക്കെ, ദെൻ $this dot path. ഓക്കെ, ഇനി സേവ് ചെയ്തിട്ട് നമ്മുടെ പോസ്റ്റ്മാനിൽ ഈ പഴയ API ഹിറ്റ് ചെയ്താൽ നമുക്ക് റെസ്പോൺസ് കിട്ടത്തില്ല, കനോട്ട് ഗെറ്റ്. അതായത് നമ്മുടെ APIയുടെ നെയിം ഇപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ടെസ്റ്റിന് മുമ്പ് auth എന്നോട് കൊടുത്ത് ഹിറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് നമ്മുടെ റിസൾട്ട് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഇൻ്റർഫേസ് ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം. സോ അതിനായിട്ട് ഇമ്പോർട്ട് റൗട്ട് ഫ്രം ഇൻ്റർഫേസിൻ്റെ ഭാഗത്ത് കൊടുക്കുക. സോ ഇൻ്റർഫേസ്/റൗട്ട്. ഓക്കെ, ദെൻ നമുക്കിവിടെ ഒരു എറർ വന്നിട്ടുണ്ട്, റൗട്ട്. ഓക്കെ, നമ്മളിവിടെ ഇൻ്റർഫേസിനകത്ത് നമ്മുടെ ഇൻ്റർഫേസ് എക്സ്പോർട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് എറർ അടിച്ചത്. സോ എക്സ്പോർട്ട് ഡിഫോൾട്ട് റൗട്ട്. സേവ് ചെയ്യാം. നമ്മുടെ റൗട്ട്സിൽ പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലാസ് നെയിമിന് ശേഷം ഇംപ്ലിമെൻറ്റ്സ് നമ്മുടെ ഇൻ്റർഫേസിൻ്റെ നെയിം കൊടുക്കാം. സോ റൗട്ട്. സേവ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ API ഹിറ്റ് ചെയ്താൽ നമുക്ക് പഴയാതെ റെസ്പോൺസ് തന്നെ ഇവിടെ കിട്ടും.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആപ്ലിക്കേഷനിൽ നമ്മൾ റൗട്ട്സ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇത്രയേ പറയുന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.